ബിഗ് ബി സ്മോൾ ബിയിലേക്ക് സ്വാഗതം. അപ്പൊ നമ്മൾ ഇന്ന് ഇവിടെ ചെയ്യാൻ പോകുന്നത് ഒരു ചെറിയ സയൻസ് എക്സ്പെരിമെന്റ് ആണ്. ഇത് കാണാത്തവർക്ക് നമുക്കിത് ഒരു മാജിക് ആണെന്ന് വേണമെങ്കിൽ പറയാൻ പറ്റും. അപ്പൊ നമുക്ക് നേരെ എക്സ്പെരിമെന്റ് വീഡിയോയിലേക്ക് കടക്കാം. നമ്മൾ ഇന്ന് ഇവിടെ വാട്ടറിന്റെയും പിന്നെ കുറച്ച് സാധനങ്ങളുടെയും ഡെൻസിറ്റിയാണ് നമ്മൾ ഇന്നിവിടെ നോക്കാൻ പോകുന്നത്. അപ്പൊ നമ്മൾ ഇവിടെ സാധാരണ വെള്ളം കലക്കാൻ ഉപയോഗിക്കുന്ന ഒരു ലെമൺ എടുത്തിട്ടുണ്ട്. അപ്പൊ നമുക്കിത് ഒരു സാധാ ഫ്രഷ് വാട്ടറിലേക്ക് ഇട്ട് നോക്കാം. എന്നിട്ട് ഇത് ഫ്ലോട്ട് ചെയ്യോ അതോ സിങ്ക് ചെയ്യോ നമുക്ക് നോക്കാം. ഇത് ഫ്ലോട്ട് ചെയ്തില്ല, സിങ്ക് ആയി. കുറച്ച് സോൾട്ട് എടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് ഈ വാട്ടറിലേക്ക് മിക്സ് ചെയ്യണം. നമുക്ക് ഒരു 6 ടീസ്പൂൺ എടുത്ത് നോക്കാം. നമുക്കിത് കലക്കണം. ഇനി നമ്മുടെ നേരത്തെ എടുത്ത ലെമൺ തന്നെ നമ്മൾ ഇതിൻ്റെ ഇടാൻ പോവാണ്. ഇതുണ്ട്, ഇപ്പോൾ ഇത് ഫ്ലോട്ട് ചെയ്യുന്നുണ്ട്. ഇതിന് നമുക്ക് എന്താ മനസ്സിലാക്കേണ്ടതെന്ന് വെച്ചാൽ സോൾട്ടിന് നമ്മുടെ ഫ്രഷ് വാട്ടറിനേക്കാളും ഡെൻസിറ്റി കൂടുതലാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഈ ലെമൺ ഇങ്ങനെ പൊന്തി നിൽക്കുന്നത്. അപ്പോൾ നമുക്ക് അടുത്തതിലേക്ക് പോവാം. ഇതിപ്പോൾ നമ്മൾ നേരത്തെ എടുത്ത സെയിം വാട്ടറാണ്, സോൾട്ട് വാട്ടറും നമ്മുടെ ഫ്രഷ് വാട്ടറും. നമ്മൾ നേരത്തെ ലെമൺ ചെയ്ത പോലെ തന്നെ നമ്മൾ എഗ്ഗും ഒന്ന് ചെയ്ത് നോക്കാൻ പോവാണ്. അപ്പോൾ നമ്മുടെ ഫസ്റ്റ് നമ്മുടെ കുടിക്കുന്ന ഫ്രഷ് വാട്ടറിലേക്ക് ചെയ്ത് നോക്കാം. കണ്ടോ, സിങ്കായി പോയി. ഇനി നമ്മൾ ലെമൺ പൊന്തിക്കിടുന്ന നമ്മുടെ സോൾട്ട് വാട്ടറിലേക്ക് ഇട്ട് നോക്കാം. ലെമൺ പൊന്തിക്കിടുന്ന പോലെ എഗ്ഗും പൊന്തിക്കിടും. കാരണം ഈ ഉപ്പില് നമ്മുടെ ഫ്രഷ് വാട്ടറിനേക്കാളും ഡെൻസിറ്റി കൂടുതലാണ്. ഇതിപ്പോൾ നമ്മുടെ മൂന്നാമത്തെ എക്സ്പെരിമെന്റ് ആണ്. നമ്മളിൽ പലരും ഇത് കണ്ടിട്ടുണ്ടാവും, ഈ വുഡൻ പീസ് ഒഴുക്കുള്ള ഈ വെള്ളത്തിൽ കൂടെ പോണത്. അപ്പോൾ ഇത്രയും കട്ടിയുള്ള ഈ വുഡൻ പീസ് എങ്ങനെ അതിൻ്റെ മുകളിൽ കൂടെ പോണത്? നമ്മൾ അതിനേക്കാളും ചെറിയൊരു കല്ലിട്ട് കഴിഞ്ഞാൽ അത് സിങ്കായി പോകും. അപ്പോൾ നമുക്ക് അതിൻ്റെ കാരണം നോക്കാം. അപ്പോൾ നമ്മൾ ഫസ്റ്റ് ഒരു കല്ലെടുത്തിട്ടുണ്ട്. അതെടുത്ത് നമ്മൾ ഇട്ടു, ഇപ്പോഴേക്കും സിങ്കായി പോയി. നമ്മുടെ ഒരു വുഡൻ പീസ് ചെറുതാട്ടോ, അതെടുത്തിട്ട് നമ്മൾ ഇട്ട് നോക്കിയാലോ, ഇതിവിടെ കിടക്കും. നമ്മളിത് മുക്കി ആക്കിയാലും ഇത് പൊന്തി വരും. നോക്കൂ, ഈ വലിയ വുഡൻ പീസ് ഇങ്ങനെ ഫ്ലോട്ട് ചെയ്ത് നടക്കുന്നത്. ഇതിനേക്കാളും എന്തോരം ചെറുതാണ് ഈ കല്ല്, എന്നാലും ഇത് താഴെ നടക്കുന്നു. കാരണം എന്താണെന്നറിയോ, ഈ കല്ലിനേക്കാളും ഡെൻസിറ്റി കുറവാണ് ഈ വുഡൻ പീസിന്. അതുകൊണ്ടാണ് ഇത് ഫ്ലോട്ട് ചെയ്ത് നടക്കുന്നത്. ഈ കല്ലിന് കൂടുതലാണ് ഡെൻസിറ്റി, അതുകൊണ്ട് അത് താഴെ നടക്കുന്നു. അപ്പൊ ഞങ്ങളുടെ ഈ വീഡിയോ എല്ലാ കൂട്ടുകാർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇത് നിങ്ങൾക്ക് ഒക്കെ ഉപകാരപ്പെടും. നിങ്ങളുടെ സ്കൂളിലൊക്കെ ഇത് എക്സിബിഷനൊക്കെ നിങ്ങൾക്ക് കാണിച്ചെടുക്കാം. അപ്പോൾ ഞങ്ങളുടെ ഈ വീഡിയോ മൊത്തമായിട്ട് കണ്ട എല്ലാവർക്കും നന്ദി. ഇത് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ടാറ്റാ.